അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തില് സാധാരണക്കാരനായി ജനിച്ചു വന്ന ഒരു സിനിമാ നടനോ ഒരു പൊളിറ്റീഷ്യനോ ഒരു ബിസിനസ്സുകാരനോ അവര് ഇപ്പൊ വളരെ ഉയർന്ന നിലയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റില് താനൊരു കോമൺ ഒരു പീപ്പിൾ ആണ് എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് അവരുടെ നേരെ വരുന്ന എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള, അതായത് ഇപ്പൊ എന്തെങ്കിലും കമന്റ്സ് വരികയോ അവരെ കുറിച്ച് മറ്റുള്ളവര് കോമൺ ജനങ്ങളായ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്യുമ്പോൾ ചാടിക്കേറി ഇവര് പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു റിച്ച് മാൻ മൈൻഡ് സെറ്റിലാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യാസമുള്ള ഒരു സോഷ്യൽ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ പാലിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സൈലൻസ് എന്ന് പറയുന്നത് ഇവര് പറഞ്ഞിട്ടുള്ള എല്ലാ അധിക്ഷേപങ്ങളും കേട്ട് മിണ്ടാതിരിക്കുക എന്നല്ല. അവിടെ യുക്തിസഹജമായി ചിന്തിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടി തീരുമാനം എടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര ഫിനാൻഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഉന്നത നിലയിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു കോമൺ മാന് ഉള്ള ഒരു പവർ ഉണ്ട്, ആ ഗ്രൂപ്പിലുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് അവിടെ ഉപയോഗിക്കാൻ അവർക്ക് നന്നായി സാധിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു സമ്പന്നനായിട്ടുള്ള ബിസിനസ്സുകാരനോ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനോ ആണെങ്കിൽ ആദ്യം നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾ കൊണ്ടുവരിക. പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് പ്ലാനിങ് എടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആയിരിക്കും.